കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയ നിറഞ്ഞവരെ, ജൂലൈ 28 വിശുദ്ധ അൽഫോൻസമ്മയുടെ തിരുനാൾ ദിനം. ഗോതമ്പ് മണി പോലെ എന്ന വളരെ നിസ്സാരമെന്ന് തോന്നുന്നതും എന്നാൽ കടുപ്പമേറിയതുമായ ഒരു വചനത്തിൻ്റെ പിൻബലത്തിൽ ഉയർത്തെഴുന്നേറ്റ ഒരു കന്യാസ്ത്രീ ജീവിതമാണ് വിശുദ്ധ അൽഫോൻസമ്മയുടേത്. അഴിയലിൻ്റെ ആത്മീയത ജീവിതത്തിൽ രൂപപ്പെടുത്തിയ വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസമ്മ. പ്രിയ നിറഞ്ഞവരെ, സാധാരണയായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒഴിവാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാരണങ്ങളെയാണ് വിശുദ്ധ അൽഫോൻസമ്മ വിശുദ്ധിയുടെ പടവുകൾ കയറുവാനായിട്ട് വിനിയോഗിച്ചതെന്ന് മനസ്സിലാക്കണം. ഒരു രോഗം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ഈശോയെ എൻ്റെ രോഗം മാറ്റണേ, എനിക്ക് സൗഖ്യം തരണേ. ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കും, ഈശോയെ എൻ്റെ ഈ അസ്വസ്ഥതയെ നീ ഒന്ന് പരിഹരിക്കണേ. എൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ഈശോയെ എൻ്റെ ഈ പ്രതിസന്ധികളിൽ നീ എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ മോചിപ്പിക്കണം. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ കാരണങ്ങൾ, രോഗമാകാം, സഹനമാകാം, പ്രശ്നമാകാം, പ്രതിസന്ധിയാകാം, അസ്വസ്ഥതയാകാം, അതിനെയെല്ലാം തന്നെ വിശുദ്ധ അൽഫോൻസമ്മ തൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ പടവുകൾ കയറുവാനായി കൂട്ടുപിടിച്ചു എന്നുള്ളതാണ് ഈ വിശുദ്ധയുടെ വലിയ മഹത്വം. ജീവിതത്തിൽ രോഗങ്ങൾ കടന്നു വന്നപ്പോൾ അൽഫോൻസമ്മ ആ രോഗത്തെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു എന്നുള്ളതാണ്. സഹനങ്ങൾ കടന്നു വന്നപ്പോൾ ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായും അത് അവൾ സ്വീകരിച്ച് വിശുദ്ധ സഹനങ്ങളാക്കി, വിശുദ്ധ മുറിവുകളാക്കി അവൾ അത് മാറ്റിയെന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ, പ്രതിസന്ധികളുടെ മുമ്പിൽ അത് മാറ്റിത്തരണമേ എന്നല്ല അവൾ അൽഫോൻസമ്മ പ്രാർത്ഥിച്ചത്, മറിച്ച് എൻ്റെ ഈ പ്രതിസന്ധികളിലും എൻ്റെ ഈ പ്രശ്നങ്ങളിലും ഈശോയെ അങ്ങയുടെ സഹനങ്ങളോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് ഇത് ഉപകരിക്കുമെങ്കിൽ എനിക്കത് നൽകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വലിയൊരു വിശുദ്ധ. നിസ്സാരമെന്ന് നമ്മൾ കരുതുന്നവയെല്ലാം തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയതാക്കി, വലിയ കാര്യമാക്കി ജീവിതത്തിൽ സ്വീകരിച്ച വലിയൊരു വിശുദ്ധ. നമ്മൾ പലപ്പോഴും ഗോതമ്പ് മണിയുടെ മിനുസത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ആ മിനുസത്തിൻ്റെ തോട് പൊട്ടുമ്പോഴാണ്, അഴിയുമ്പോഴാണ്, അഴുകുമ്പോഴാണ് അത് ഫലം പുറപ്പെടുവിക്കുക എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. മിനുസമുള്ള ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ, മക്കളെ, മിനുസമുള്ള ജീവിതമല്ല, അഴിയുന്ന ജീവിതമാണ് കർത്താവിൻ്റെ മുമ്പിൽ നിനക്ക് ഈ ഭൂമിയിൽ വിലയുള്ള ജീവിതമാക്കി നിന്റെ ജീവിതത്തെ മാറ്റാൻ സാധിക്കുക എന്ന് സ്വന്തം ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ച വിശുദ്ധ അൽഫോൻസമ്മ, ആ അമ്മയുടെ തിരുനാൾ ഇന്നേ ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ആ വിശുദ്ധിയുടെ മാതൃകയെ നമുക്കൊന്ന് അനുകരിക്കാൻ പ്രിയ നിറഞ്ഞവരെ. ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച് അവയെ നമുക്ക് വിശുദ്ധ സഹനങ്ങളാക്കി മാറ്റാം. പ്രതിസന്ധികളിൽ തളരാതെ, അവ മാറണമേ എന്ന് വിചാരിക്കാതെ, ആ പ്രതിസന്ധികളെ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ കുറേയും കൂടിയും കൃപയിൽ വളരുവാനായിട്ട് ഞങ്ങളെ സഹായിക്കുമെങ്കിൽ അവ ഞങ്ങൾക്ക് വീണ്ടും നൽകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു ആത്മധൈര്യം സ്വന്തമാക്കുവാൻ ഇന്നേ ദിനത്തിൽ വിശുദ്ധ അൽഫോൻസമ്മ നമ്മോട് പറയുകയാണ്. ഒരു നിമിഷം ദിവികാനീശയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയ നിറഞ്ഞവരെ. വിശുദ്ധ അൽഫോൻസമ്മയുടെ ജീവിതം ഒരു മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തിരിച്ചറിയുക, ഒഴിവാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാരണങ്ങളെയെല്ലാം വിശുദ്ധ അൽഫോൻസമ്മ വിശുദ്ധിയുടെ പടവുകളാക്കി മാറ്റി എന്നുള്ള ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിന് വലിയ പ്രചോദനമായി മാറട്ടെ. വിശുദ്ധിയുടെ പടവുകൾ വിശുദ്ധ അൽഫോൻസമ്മയെ പോലെ കയറുവാൻ ഒതുവികാരണനാഥ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചാലും വിശുദ്ധ അൽഫോൻസമ്മേ
ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചാലും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കുടമാളൂരിൽ തളിർത്ത വല്ലരിയേ, മുത്തുച്ചിറയിൽ വളർന്ന പൂമൊട്ടേ, ക്ലാരമഠത്തിൽ വിരിഞ്ഞ നറുമലരേ, പൂമുഖമാകെ നിറഞ്ഞ സുഗന്ധം നീ. കുടമാളൂരിൽ തളിർത്ത വല്ലരിയേ, മുത്തുച്ചിറയിൽ വളർന്ന പൂമൊട്ടേ, ക്ലാരമഠത്തിൽ വിരിഞ്ഞ നറുമലരേ, പൂമുഖമാകെ നിറഞ്ഞ സുഗന്ധം നീ. വിശുദ്ധയാം അൽഫോൻസേ, പ്രാർത്ഥിച്ചിടണമേ, ഭാരതമണ്ണിൻ യാചനകൾ പിന്നിലുയർത്തണമേ. വിശുദ്ധയാം അൽഫോൻസേ, പ്രാർത്ഥിച്ചിടണമേ, ഭാരതമണ്ണിൻ യാചനകൾ പിന്നിലുയർത്തണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.